ഹായ് ഫ്രണ്ട്സ്, ഫെൽക്കിറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ആർഡിനോ ബോർഡുകളെ കുറിച്ചാണ്. ആർഡിനോ ബോർഡുകൾ ആർഡിനോ എന്നും ഒക്കെ പല തരത്തിൽ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആർഡിനോ എന്നാണെന്ന് തോന്നുന്നു, ഞാൻ അത് മനസ്സിലാക്കിയിട്ടുള്ളത് അതിൻ്റെ ഉച്ചാരണം. എന്തായാലും അത് നമ്മളൊരു വിഷയമല്ല, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഉച്ചരിക്കാം, നമുക്ക് കാര്യം മനസ്സിലായാൽ മതി. എന്തായാലും ഈ ഒരു ബോർഡ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവാം. ഇത്തരത്തിലുള്ള ബോർഡുകളൊക്കെ ഇപ്പോൾ ഇലക്ട്രോണിക്സ് കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കടകളിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കൊച്ചു കുട്ടികൾ, അതായത് 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾ വരെ വന്ന് ഇത്തരം ബോർഡുകൾ മേടിച്ച് അതിലൊരുപാട് വർക്കുകൾ ചെയ്യുന്നത് കാണാം. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ വളരെയധികം അപ്ഡേറ്റഡ് ആണ്. അവരെല്ലാം പുതിയ കാര്യങ്ങൾ, നമ്മൾ ചെറിയ സർക്യൂട്ടിലല്ലാതെ അവർ ഉയർന്ന സർക്യൂട്ടുകളിലൂടെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളും അവരുടെ ലെവലിലേക്ക് നമ്മൾ ഉയർന്നു വരണം. അപ്പോൾ എന്താണ് ഈ ആർഡിനോ ബോർഡുകളെന്നും അതിൻ്റെ പ്രസക്തി എവിടെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആർഡിനോ എന്നുള്ള ആ ഒരു സാധനത്തെക്കുറിച്ച് ചിലപ്പോൾ കൂടുതൽ ഫെമിലിയർ അല്ലെങ്കിലും നമുക്ക് കൂടുതലായിട്ട് പരിചയമുള്ളൊരു സാധനമുണ്ട്. MCU എന്നുള്ള ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മൈക്രോ കൺട്രോളർ യൂണിറ്റ്. അത് നമ്മളെല്ലാവരും കേട്ട് പരിചയം ഉണ്ടായിരിക്കും. പിന്നെ ഇത് പറയുന്നത് ആർഡിനോ ഒന്നും പരിചയം ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ആർഡിനോയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും, അവർക്ക് വേണ്ടിയല്ല. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളത് നമുക്ക് ഈ വീഡിയോകളിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അങ്ങനെ അങ്ങോട്ട് എത്താം. എന്തായാലും മൈക്രോ കൺട്രോളർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്നത് ഒരു IC. അപ്പോൾ ആ ICയെക്കുറിച്ച് നമുക്ക് തന്നെ പലപ്പോഴും കേട്ട് പരിചയം ഉണ്ടാവാം. ആ IC നമുക്ക് പല കാര്യങ്ങളും അതിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നതാണ്. പ്രോഗ്രാം ചെയ്ത് വരുന്ന ഒരു IC ആണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പല ഡിവൈസുകളിൽ കാണുന്ന മൈക്രോ കൺട്രോളർ ICകൾ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കതിനെ മാറ്റിവെക്കാൻ സാധിക്കാറില്ല. എന്തുകൊണ്ടാണ്? അതേ IC, അതേ വാല്യൂവിലുള്ള അതേ ICയെ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. പക്ഷെ മേടിച്ച് അത് ഫിറ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് ആ ഡിവൈസിനെ റിപ്പയർ ചെയ്തെടുക്കാൻ, അതിനെ നന്നാക്കി എടുക്കാൻ സാധിക്കാറില്ല. കാരണം ആ ICയിൽ, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന IC ബ്ലാങ്ക് ആയിരിക്കും, അതിൻ്റെ ഉള്ളിൽ ഡാറ്റ ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ സാധാരണ മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിപ്പാണ്. ആ ചിപ്പിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡാറ്റകൾ എന്താണ്? ഇതിലെ ഓരോ പിന്നുകൾ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ആ ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. ഇതിനൊരുപാട് പിന്നുകളുണ്ട്. ഈ പിന്നുകൾ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം, ഏതൊക്കെ പിന്നിൽ ഏതൊക്കെ സമയത്ത് ഔട്ട്പുട്ട് വരണം, ഏതൊക്കെ പിന്നിൽ ഏതൊക്കെ ഇൻപുട്ട് കൊടുക്കണം, ഏതൊക്കെ ഇൻപുട്ട് കിട്ടുമ്പോഴാണ് ഏതൊക്കെ പിന്നുകളിൽ ഔട്ട്പുട്ട് വരേണ്ടത് തുടങ്ങി എങ്ങനെയൊക്കെ അത് പ്രവർത്തിക്കണോ, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേയിൽ എന്തൊക്കെ കാണിക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻപുട്ടിൽ ചിലപ്പോൾ ചിലതിൽ സ്വിച്ചാണ് കൊടുത്തിട്ടുണ്ടാവുക, ഒരു പിന്നിൽ ഇവിടെ ഒരു സ്വിച്ചാണ് കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മറ്റൊരു സെൻസറായിരിക്കാം, എന്തോ ആവാം. എന്തോ ആയിക്കോട്ടെ, അതൊക്കെ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിങ്ങിലൂടെയാണ്. അപ്പോൾ പ്രോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പൊതുവെ എല്ലാവർക്കും എന്തോ വലിയൊരു ആനക്കാരിയാണ്, അതൊരു കമ്പ്യൂട്ടർ എക്സ്പേർട്ടിന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അങ്ങനെ തന്നെ ആയിരുന്നു. കാരണം ഒരു അസംബ്ലി ലാംഗ്വേജ് പഠിക്കണം, അല്ലെങ്കിൽ C പ്രോഗ്രാമിങ്ങിൻ്റെ എംബഡഡ് C, അല്ലെങ്കിൽ അസംബ്ലി ASM എന്നുള്ള ഷോർട്ട് നെയിമിലൊക്കെ അറിയപ്പെടുന്ന അത്തരം ലാംഗ്വേജുകളൊക്കെ പഠിച്ച് അതിൽ എക്സ്പേർട്ടായ ഒരാൾക്കായിരുന്നു പൊതുവെ പ്രോഗ്രാമിംഗ് എല്ലാം ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളൊരു സാധനമാണ് ഈ ആർഡിനോ ബോർഡുകൾ. ആർഡിനോ ബോർഡിൻ്റെ ഒരു സ്വഭാവം, ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സെപ്പറേറ്റ് ഒരു പ്രോഗ്രാമർ ഡിവൈസ് ആവശ്യമില്ല. അതായത് ഉദാഹരണത്തിന് സാധാരണ നമ്മൾ ഇവിടെ ഒട്ടുമിക്ക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന ചില മൈക്രോ കൺട്രോളർ ICകളാണ് പിക് സീരീസിൽ വരുന്ന ICകളൊക്കെ. അല്ലെങ്കിൽ ഈ അറ്റ്മെഗ സീരീസിൽ അറ്റിനി, അങ്ങനെയൊക്കെ പല ICകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 8051 ഫാമിലിയിലോ അങ്ങനെ ഒരുപാട് പല ഐറ്റം മൈക്രോ കൺട്രോളറുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം മൈക്രോ കൺട്രോളറുകളെല്ലാം പ്രോഗ്രാം ചെയ്യണമെങ്കിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു പ്രോഗ്രാമർ വേണം. നമുക്കൊരു വെറുതെ ഒരു IC എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് നേരിട്ട് കേബിളൊന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. അതിനൊരു പ്രോഗ്രാമിംഗ് ഡിവൈസ് തന്നെ വേണം. ആ ഡിവൈസിൽ ഇതിനെ കണക്ട് ചെയ്ത് ആ ഡിവൈസിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ടാകും. ആ സോഫ്റ്റ്വെയറുകളെ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുക. അതുമാത്രമല്ല, ഇത് പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ വളരെയധികം നോളജ് ആവശ്യമാണ് പ്രോഗ്രാമിങ്ങിൽ. കാരണം അതിൻ്റെ കോഡുകളുടെ കിടപ്പ് അങ്ങനെയാണ്. എന്നാൽ ഈ ആർഡിനോയിൽ വന്നതോട് കൂടിയിട്ട് ഒരുപാട് മാറ്റം വന്നു. ആർഡിനോയിൽ വന്നൊരു മാറ്റം എന്ന് പറയുന്നത്, ഈ ആർഡിനോയ്ക്ക് നമുക്കിവിടെ കാണാൻ ഇവിടെ കണ്ടൊരു USB. ഈ USB കണക്ടർ വഴി നമുക്ക് നേരെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇതിനെ കണക്ട് ചെയ്യാം. കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർഡിനോയുടെ സോഫ്റ്റ്വെയർ നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൽ അവൈലബിൾ ആണ്. ഈ ആർഡിനോ പ്രോഗ്രാം ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടും.
ആ സോഫ്റ്റ്വെയറിൽ നമുക്ക് വേണ്ട കോഡുകൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കമ്പ്യൂട്ടറിൽ നിന്ന് നേരിട്ട് ഈ ഒരു കണക്ടർ വഴി ഇതിലേക്ക് ഡാറ്റ കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു IC വേറൊരു കളറിൽ മാർക്ക് ചെയ്യാം. ഈ ഒരു IC ആണ് ഇതിൽ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഈ ICയിലേക്കാണ് ഡാറ്റ പ്രോഗ്രാം ചെയ്തെടുക്കുന്നത്. എന്നാൽ ആ ICയിലേക്ക് ഡാറ്റ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ഒരു പ്രോഗ്രാമർ ആവശ്യമാണല്ലോ. ആ പ്രോഗ്രാമറാണ് കംപ്ലീറ്റ് ഈ കാണുന്നത്. എന്നാൽ ഇതൊരു പ്രോഗ്രാമർ മാത്രമല്ല, ഇതൊരു ഡെവലപ്മെൻറ്റ് കിറ്റ് കൂടിയാണ്. സാധാരണ നമ്മൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ സർവീസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കാണാം, ഏത് മൈക്രോ കൺട്രോളർ ഉണ്ടെങ്കിലും ആ മൈക്രോ കൺട്രോളറിൻ്റെ കൂടെ മിക്കതും ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ കൊടുത്തിട്ടുണ്ടാകും, ഒരു ക്ലോക്ക് ഫ്രീക്വൻസി നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലൊരു ക്രിസ്റ്റൽ കൊടുക്കണം, അതിൻ്റെ കൂടെ കപ്പാസിറ്റർ കൊടുക്കണം. ഇതൊക്കെ കൊടുത്തിട്ട് വേണം നമുക്കൊരു മൈക്രോ കൺട്രോളർ ചെക്ക് ചെയ്യാൻ. അതുകൂടാതെ ആ മൈക്രോ കൺട്രോളറിലേക്ക് ആവശ്യമായിട്ടുള്ള അതിൻ്റെ റീസെറ്റ് സർക്യൂട്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അഡീഷണൽ ആഡ് ചെയ്യണം. സാധാരണഗതിയിൽ ഒരു പിക്ക് സീരീസോ അല്ലെങ്കിൽ 8051 അറ്റിനിയോ ഇങ്ങനെ ഏത് മൈക്രോ കൺട്രോളർ എടുത്തു കഴിഞ്ഞാലും അതൊക്കെ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ അതിലേക്ക് നമ്മൾ ഇത്തരം സർക്യൂട്ടുകളൊക്കെ ആഡ് ചെയ്യണം. പിന്നെ ഒരു പ്രോഗ്രാമറും വേണം. എന്നാൽ ആർഡിനോൻ്റെ പ്രത്യേകത, ഇതിൽ ഈ സംഭവങ്ങളെല്ലാം ഉണ്ട്. ക്രിസ്റ്റലുകളുണ്ട്, ഇവിടെ ഒരു ക്രിസ്റ്റൽ വരുന്നുണ്ട് കേട്ടോ, ക്രിസ്റ്റലുകളുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ട വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഇവിടെ നമുക്ക് 12 വോൾട്ട് കൊടുക്കാം, അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി റെഗുലേറ്ററുകളുണ്ട്. അതുപോലെ തന്നെ ഈ മൈക്രോ കൺട്രോളറിനെ പ്രോഗ്രാം ചെയ്യാനുള്ള പ്രോഗ്രാമറും ഇതിൽ തന്നെയുണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ടുള്ളൊരു ബോർഡാണ്. ഈ ബോർഡ് നമുക്ക് നേരെ കമ്പ്യൂട്ടറിന് കുത്തി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് വേണ്ട ഡാറ്റകൾ പ്രോഗ്രാം ചെയ്തെടുക്കാം. ഇനി പ്രോഗ്രാം ചെയ്ത ഡാറ്റകൾ ഇതിലെത്തിക്കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഈ ICക്ക് ഇത്രയും പിന്നുകൾ, ഈ കാണുന്ന ഈ സൈഡിലും ഈ സൈഡിലും കാണുന്ന പിന്നുകളെല്ലാം ഉണ്ടല്ലോ, ആ പിന്നുകളിലൊക്കെ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന പിന്നുകളാണ്. അപ്പോൾ ആ പിന്നുകളിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കണക്ഷനാണ് ഈ കാണുന്നത്. നമുക്ക് ICക്ക് ഇവിടെ നേരിട്ട് കൊടുക്കേണ്ട, പകരം ഇവിടെ ഈ കാണുന്ന പിന്നുകളിലൂടെ നമുക്ക് ആ ICയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ആർഡിനോ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആർഡിനോൻ്റെ എന്താണ് ബേസിക് പർപ്പസ് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. നമുക്ക് ഒരുപാട് പ്രൊജക്റ്റുകൾ, ഇന്ന പ്രൊജക്റ്റ് എന്നൊന്നുമില്ല, എന്ത് പ്രൊജക്റ്റ് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെവലപ്പിംഗ് ബോർഡ് ആണ് നമുക്ക് ആർഡിനോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വിൻഡോസിൽ, ലിനക്സിൽ, മാക്കിൽ എല്ലാത്തിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. എല്ലാത്തിലും ഒരേ കോഡ് തന്നെ മതി, എല്ലാത്തിലും ഒരേ കോഡ് വെച്ച് തന്നെ ചെയ്യാം. അത് കൂടാതെ മറ്റ് മൈക്രോ കൺട്രോളറുകളെ അപേക്ഷിച്ച് ഈ ആർഡിനോ സീരീസുകൾക്ക് ഉള്ളൊരു പ്രത്യേകത, ഇതിന് വളരെയധികം സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സപ്പോർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചർച്ച ചെയ്യാൻ ഫോറങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ ഒരു പിക്കോ അല്ലെങ്കിൽ മറ്റു സീരീസ് ICകളൊക്കെ നമുക്ക് പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ അതിൽ ഡൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമുക്ക് സഹകരിക്കാൻ ആളുകളുണ്ടാവില്ല. ആർഡിനോക്ക് അങ്ങനെയല്ല, അതിന് പ്രത്യേക ഫോറമുണ്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട്. അവിടെ പോയിട്ട് നമ്മുടെ ഡൗട്ടുകൾ നമുക്ക് അവതരിപ്പിക്കാം. നമ്മുടെ ഡൗട്ടുകൾ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ സഹായിക്കും. നമ്മൾ തിരിച്ചങ്ങോട്ട് അതേപോലെ ചെയ്തു കൊടുക്കണം. അപ്പോൾ അത്തരം ഫോറങ്ങളും സംവിധാനങ്ങളും എല്ലാം ആർഡിനോക്ക് കൂടുതലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ആർഡിനോയിൽ ഒരുപാട് ടൈപ്പ് ബോർഡുകൾ വരുന്നുണ്ട്. അതിൻ്റെ ഓരോന്നിനും ഓരോരോ പ്രത്യേകതകളാണ്. ഓരോ പ്രത്യേകതകൾ കൊണ്ടാണ് ഓരോ ടൈപ്പാക്കി മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ പ്രധാനമായിട്ടും ആർഡിനോനെ 3 കാറ്റഗറി ആക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന് ബേസിക് ബോർഡുകളാണ്, അതായത് തുടക്കക്കാരായിട്ടുള്ള നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് ബേസിക് ബോർഡുകളാണ്. ചെറിയ ചെറിയ പ്രൊജക്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചെറുത്, കുറഞ്ഞ പിന്നുകൾ, ഒരു 10 പിന്നോ 14 പിന്നൊക്കെ ഇൻപുട്ട് ഔട്ട്പുട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന അത്തരം ചെറിയ ചെറിയ സർക്യൂട്ട് ചെയ്യാനൊക്കെയാണ് ബേസിക് ബോർഡുകൾ. അതുപോലെ എൻഹാൻസ്ഡ് ബോർഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഒരുപാട് പിന്നുകൾ, 19 പിന്നൊക്കെ ഉള്ള സർക്യൂട്ടുകൾ, അതേപോലെ തന്നെ വലിയ കോഡുകൾ, ഈ കോഡൊക്കെ സൈസ് ഉണ്ടാവും, ഇത്ര കോഡേ താങ്ങുള്ളൂ എന്നുള്ള മെമ്മറി കപ്പാസിറ്റി ഉണ്ടാവും. എന്നാൽ ഒരുപാട് കപ്പാസിറ്റി ഉള്ള വലിയ കോഡുകൾ വരെ എഴുതി ഉണ്ടാക്കാനൊക്കെ പറ്റുന്നതാണ് എൻഹാൻസ്ഡ് ടൈപ്പ് ബോർഡുകളിലൊക്കെ വരുന്ന ഫീച്ചേഴ്സ്. അതുപോലെ തന്നെ IoT ബോർഡ്സ്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ബേസിക് ബോർഡിൽ നിന്നൊക്കെ പിടുത്തം വിട്ട് ഇവിടെ എത്തേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ട്. കാരണം IoT എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നാണ്. ഇപ്പോഴത്തെ യുഗം അതാണ്, എല്ലാം ഇൻ്റർനെറ്റിനെ അധിഷ്ഠിതമാക്കിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ IoT ബോർഡുകൾ ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്ന പ്രോഗ്രാമുകൾ, അതായത് നമുക്ക് നമ്മുടെ വീട്ടിലെ ലൈറ്റോ ഫാനോ മറ്റ് എന്ത് ഡിവൈസോ എല്ലാത്തിനും ഇൻ്റർനെറ്റ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റി എങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു ജിയോ ലൊക്കേഷൻ, നമ്മുടെ വീടിൻ്റെ പറമ്പിനൊക്കെ അതിര് നമ്മളങ്ങ് മാർക്ക് ചെയ്ത് വെച്ചു ഗൂഗിൾ മാപ്പിൽ, ആ അതിരിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മൊബൈൽ ഫോൺ കൊണ്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നതോടുകൂടി നമ്മുടെ വീട്ടിലെ ലൈറ്റ് ഓൺ ആവണം. അത്തരം സംവിധാനം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അതെല്ലാം ചെയ്യുന്നത് ഇത്തരം ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൻ്റെ ബോർഡുകളിലൂടെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈപ്പ് ബോർഡുകൾ ഇറങ്ങുന്നുണ്ട്. നമ്മൾ ആദ്യം പഠിക്കുന്നത്
ബേസിക് ബോർഡുകളാണ്. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ അടുത്ത ക്ലാസ് വരും വീഡിയോകളിൽ നമുക്ക് വിശദമായിട്ട് ഈ ബോർഡുകളെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇതിലുള്ള ഒരു ബോർഡാണ് ഈ കാണുന്നത്, ആർഡിനോ യൂനോ എന്ന് പറയും. ഈ യൂനോയിലാണ് നമ്മളെല്ലാവരും തുടക്കം കുറിക്കേണ്ട ഒരു ബോർഡ്. കാരണം ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്നൊരു ബോർഡാണ്. അതുപോലെ തന്നെ നമുക്ക് ബേസിക്കായിട്ട് ഒരുപാട് പ്രൊജക്റ്റുകൾ, കോഡുകൾ നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടും. ഒരുപാട് പേര് ചെയ്തു വെച്ച പല കോഡുകൾ ഉണ്ടാകും. അതിൻ്റെ സർക്യൂട്ടും കോഡും എല്ലാം കിട്ടും. അതിനെ നമുക്ക് നേരെ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് അങ്ങോട്ട് പ്രോഗ്രാം ചെയ്ത് കൊടുത്താൽ മാത്രം മതി, നമുക്കതിനെ പ്രവർത്തിപ്പിക്കാം. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് പ്രൊജക്റ്റ് ചെയ്ത് തീർക്കാം. പക്ഷേ ഇമ്പ്രൂവ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആ കോഡ് അതിലേക്ക് അങ്ങനെ കോപ്പി ചെയ്യുന്നതോടുകൂടി ആ കോഡ് എന്തൊക്കെയാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് ആ കോഡിൻ്റെ റൂട്ട് എന്നുള്ളത് നോക്കി നമുക്ക് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത് ആർഡിനോ യൂനോ തന്നെയാണ്. ആർഡിനോ യൂനോൻ്റെ യൂനോ R3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡാണ് വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ബോർഡാണ് ഈ കാണുന്നത്. ഇത് ആർഡിനോ നാനോ ആണ്. ആർഡിനോ നാനോ ആകുമ്പോഴേക്കും മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡ് ചെറുതായി, അതാണ് അതിൽ മാറ്റം വരുന്നത്. അതേപോലെ തന്നെ മൈക്രോ കൺട്രോളർ, ഇതിൽ ഉപയോഗിക്കുന്ന കൺട്രോളറുകളിലും ചെറിയൊരു മാറ്റം വരും. കൺട്രോളറിൻ്റെ നമ്പർ തന്നെ ഇത് അറ്റ്മെഗ 628 വരിക, നാനോ ഇതിലാണെന്നുണ്ടെങ്കിൽ അറ്റ്മെഗ 328 വരിക യൂനോയിൽ. അപ്പോൾ അത്തരം മാറ്റം വരും. അതുപോലെ തന്നെ മറ്റൊന്നാണ് ആർഡിനോ മൈക്രോ. ഇത് പേര് പറയുന്ന പോലെ തന്നെ കുറച്ചുകൂടെ അതിൻ്റെ വലിപ്പത്തിൽ നാനോയും മൈക്രോയും തമ്മിൽ വലിയൊരു വ്യത്യാസം വന്നിട്ടില്ലെങ്കിലും അതിലെ ചിപ്പിൻ്റെ അറേഞ്ച്മെൻറ്റുകളൊക്കെ മാറി പിന്നുകളിലും ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഇതിൽ ആണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നത് ആർഡിനോ 32U4 എന്നുള്ള IC ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനും ഇതേപോലെ കപ്പാസിറ്റിയൊക്കെ മാറ്റം വരും, നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ പ്രോഗ്രാമുകളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു ബോർഡ് വരുന്നതാണ് ആർഡിനോ ഡ്യൂ എന്ന് പറയുന്നത്. ഇതിൽ ഏകദേശം നമുക്ക് 54ഓളം ഇൻപുട്ടും ഔട്ട്പുട്ടും എടുക്കാൻ പറ്റും. എന്നാൽ ആർഡിനോ യൂനോയിലൊക്കെ വരുന്നത് 14 പിന്നുകളാണ്. 14 പിന്നുകളിൽ നമുക്ക് ഇൻപുട്ട് കൊടുക്കാനോ ഔട്ട്പുട്ട് കൊടുക്കാനോ വേണ്ടിയിട്ട് ഉപയോഗിക്കാമെങ്കിൽ ആർഡിനോ ഡ്യൂയോ ആകുമ്പോഴത്തേന് 54 പിന്നുകൾ നമുക്ക് അത്തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോർഡാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ കാണുന്നത്. ഇതിനെ ലിലി പാഡ് ആർഡിനോ ബോർഡ് എന്ന് പറയും. ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആക്കി, ഇതിൻ്റെ പിന്നുകളൊക്കെ ഉണ്ട് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ പിന്നുകൾ കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കൊരു LED ബൾബിൻ്റെ ഒക്കെ രൂപത്തിലൊക്കെ അത്തരം കുറച്ചുകൂടെ ഒരു ഫാഷൻ മോഡലിലുള്ള പല സർക്യൂട്ടുകൾ, ഒരു ഡിസൈനുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ആർഡിനോ ഇത് ലിലി പാഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലിലി പാഡിന് മറ്റുള്ളത് പോലെയല്ല. അപ്പോൾ ഇതിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. USB വഴി കമ്പ്യൂട്ടർ കൊടുക്കാം. ഇതങ്ങനെ തന്നെയാണ്. ഇതിലുണ്ടോ, ഇതിൽ ഇത്തരം USB പോർട്ടാണ് വരിക. എന്നാൽ ആർഡിനോ യൂനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള USB പോർട്ടും വരും. എന്തായാലും ഇതിലങ്ങനെ USB പോർട്ടല്ല വരുന്നത്, ബാക്കി പിന്നുകളായിട്ട് ആണ് കണക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ആർഡിനോ റെഡ് ബോർഡ് എന്ന് പറയുന്നത്. റെഡ് ബോർഡിൻ്റെ മാറ്റം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ആർഡിനോ യൂനോ ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ സെക്യൂരിറ്റി സിസ്റ്റം, അതായത് ഇപ്പോൾ Windows 8.1 ഒക്കെ അതിൻ്റെ മുകളിലേക്കുള്ളതിലൊക്കെ ആ ഒരു എറർ വരാറുണ്ട് കണക്ട് ചെയ്യാൻ. അപ്പോൾ ആ ഒരു എറർ ഉണ്ടാവില്ല എന്നുള്ളതാണ് റെഡ് ബോർഡിൻ്റെ പ്രത്യേകത ആയിട്ട് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊന്നാണ് ആർഡിനോ മെഗ എന്ന് പറഞ്ഞത് മറ്റേ നേരത്തെ പറഞ്ഞ ഡ്യൂ പറഞ്ഞ പോലെ തന്നെയാണ്, കുറച്ചുകൂടെ കപ്പാസിറ്റി കൂടും എന്നുള്ളതാണ് പ്രത്യേകത. കൂടുതൽ കാര്യങ്ങൾ നമുക്ക്, അതായത് കൂടുതൽ ഡാറ്റകൾ താങ്ങാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ഡ്യൂ പോലെയല്ല, ഇതിൻ്റെ USB നമുക്ക് സാധാരണ USB പോർട്ടായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒന്ന് അതിനൊന്ന് അനലൈസ് ചെയ്തിട്ട് പോകാം. അതോടുകൂടി നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. അതായത് ആ ബോർഡും ഓരോ ബോർഡിൻ്റെയും പ്രത്യേകതകളാണ് പറയുന്നത്. ആർഡിനോ യൂനോ R3 അതാണ് ഫസ്റ്റ് കാണിച്ചു തന്ന ബോർഡ്. നമുക്ക് മാർക്കറ്റിൽ ഏറ്റവും സുലഭമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും കോമൺ ആയിട്ടുള്ള ഒരു ബോർഡും. ആ ബോർഡിൻ്റെ ക്ലോക്ക് സ്പീഡ്, അതായത് അതിൽ ഉപയോഗിക്കുന്ന ക്രിസ്റ്റൽ 16 MHz. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ നമ്മൾ ബോധരാവണമെന്നില്ല. അതിൻ്റെ വോൾട്ടേജ്, ആ IC ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ട വോൾട്ടേജ് 15 വോൾട്ട്. ഡിജിറ്റൽ ഇൻ ഔട്ട് 14 പിന്നുകൾ അതിലേക്ക് ഇൻപുട്ട് കൊടുക്കാനും ഔട്ട്പുട്ട് എടുക്കാനും വേണ്ടി ഉപയോഗിക്കാം. അനലോഗ് ഇൻപുട്ട്സ് 14 പിന്നുകളെയും അനലോഗ് ഇൻപുട്ട് ആയിട്ട് യൂസ് ചെയ്യാം. 14 അതിൽ ചെറിയൊരു സംശയം ഉണ്ട്. കാരണം യൂനോയിൽ 14 പിന്നുകളെയും അനലോഗ് ഇന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇത് കിട്ടിയ മെസ്സേജ് കിട്ടിയതിൽ ചെറിയ ഇതുണ്ട്. അതായത് ഈ അനലോഗ് ഇന്നിൽ ആകെ 6 യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 6 അനലോഗ് ഇന്നാണ് യൂസ് ചെയ്യാൻ പറ്റുക. അനലോഗ് ഔട്ട് ഉണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ PWM 6. അതായത് ടോട്ടൽ 14 പിന്നാണ് ഉണ്ടാവുക. 14 നമുക്ക് ഡിജിറ്റൽ ഇൻ ഔട്ടായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ അതിന് ഒരു 6 അനലോഗിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ PWM എന്ന് പറഞ്ഞാൽ PWM ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാം. അപ്പോൾ അത് USB ആണ്
ഉപയോഗിക്കുന്നത് 16 സീരീസിൽ ഉള്ള 16U എന്നുള്ള ടൈപ്പ് 16U2 എന്നുള്ള IC ഒക്കെ തന്നെയാണ് അതിൽ ഉപയോഗിക്കുക. അതായത് അതിൻ്റെ ഇതാണ് കേട്ടോ 16U2 എന്ന് പറയുന്നത് പ്രോഗ്രാം ചെയ്യാനുള്ള അതിൽ വരുന്ന IC ആണ്. അറ്റ്മെഗ 328 എന്നാണ് നമ്മളതിലെ മൈക്രോ കൺട്രോളറായിട്ട് ഉപയോഗിക്കുക. എന്തായാലും ആർഡിനോ യുനോ R3 SMD സംഭവം യുനോ പറഞ്ഞ ഇതേ സംഭവം തന്നെയാണ് ഇതിലും വരുന്നത്. പക്ഷേ ഇതിൽ ഉപയോഗിക്കുന്ന മൈക്രോ കൺട്രോളർ, രണ്ടാമതിൽ ഉപയോഗിക്കുന്ന മൈക്രോ കൺട്രോളർ SMD കൺട്രോളറായിട്ട് മാറും എന്നുള്ളതേ ഉള്ളൂ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ റെഡ് ബോർഡ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഏകദേശം ഫീച്ചേഴ്സ് എല്ലാം ഈ പറഞ്ഞത് തന്നെയാണ്. പക്ഷെ ഇവിടെ FTDI എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. FTDI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മറ്റൊരു കേബിൾ സ്റ്റാൻഡേർഡായിട്ട് വരുന്നതാണ്. അതായത് ഫ്യൂച്ചർ ടെക്നോളജി ഡിവൈസ് ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതായത് ഇത് പിന്നെ ഒരു കമ്പനിയാണ്, കേബിളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു കമ്പനിയാണ്. അത് അതിലേക്ക് ഇൻ്റർഫേസ് ചെയ്യാൻ പറ്റുന്നൊരു ഫെസിലിറ്റിയെ കുറിച്ച് പറയുന്നതാണ്. നമുക്ക് ഇതിൽ തന്നെ മറ്റു കുറച്ച് കോമ്പാറ്റബിൾ ബോർഡുകൾ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടുതൽ ഇൻ്റർഫേസ് ചെയ്യാനുള്ള സൗകര്യം ഈ റെഡ് ബോർഡുകൾക്ക് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ആർഡിനോ പ്രോ ആണെങ്കിൽ ഇതേപോലെ തന്നെ പിന്നുകളൊക്കെ ഇതുപോലെ തന്നെയാണ് വരുന്നത്. പക്ഷേ വോൾട്ടേജ് ICയുടെ വോൾട്ടേജ് 3.3 മതി, അതായത് കറണ്ട് കൺസംഷൻ കുറയും. അതേപോലെ തന്നെ FTTI കോമ്പാറ്റബിളാണ്. ഇനിയുള്ള മോഡലുകളെല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ ആർഡിനോ പ്രോ തന്നെ, ആർഡിനോൻ്റെ ഒരു പ്രോ ഇവിടെ പറഞ്ഞു. അതേപോലെ തന്നെ ആർഡിനോ പ്രോ തന്നെ ഇവിടെ 5 വോൾട്ടിലുണ്ട്, 3.3 ഉണ്ട്. അപ്പോൾ 5 വോൾട്ടിലാണെങ്കിൽ 8 മെഗാഹെർട്സിലാണ് വർക്ക് ചെയ്യുന്നത്. 3.3 ആണെങ്കിൽ 5 വോൾട്ട് ആണെങ്കിൽ 16 മെഗാഹെർട്സാണ് വർക്ക് ചെയ്യുന്നത്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും അതുപോലെ തന്നെ. ആർഡിനോ മിനി ആണെങ്കിൽ 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലും 3.3 വർക്ക് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഇതിലിവിടെ പിന്നിൽ ചെറിയൊരു മാറ്റം വരും. PWM നമുക്കിവിടെ 8 വരുന്നുണ്ട് ആർഡിനോ മിനിയിൽ. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വരുന്നത്. അതുപോലെ ആർഡിനോ പ്രോ മിനിയിൽ നേരത്തെ കണ്ട അതേ ഫീച്ചേഴ്സ്. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അടിയിലേക്ക് പോയി നോക്കാം. ആർഡിനോ ഫിയോ ലിലി പാഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 14 പിന്ന് ആണ് അതിൽ കണക്ഷൻ വരുന്നത്. ഓക്കെ, ഇത് ഞാൻ ചെറിയൊരു ലിസ്റ്റ് മാത്രം എടുത്തതാട്ടോ. ഇപ്പോൾ ആർഡിനോൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കമ്പോണൻസുകളുടെ ഒരു ഭാഗമായിട്ട് എടുത്തതാണ്. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ നമുക്കിനി പിന്നീട് വിശദമായിട്ട് തന്നെ പഠിക്കാം. കാരണം ഓരോന്നിൻ്റെ എങ്ങനെ അതിൻ്റെ ഡാറ്റകൾ എന്തിനാണ് നമുക്ക് അനലൈസ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് ഭാവിയിൽ പഠിച്ചെടുക്കാം. എന്തായാലും ആർഡിനോ യുനോ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതിൻ്റെ ഒരു കാര്യം എനിക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇത് എങ്ങനെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യും, എങ്ങനെ പ്രോഗ്രാം ചെയ്യും എന്നുള്ളതാണ്. അതിന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.